തകർപ്പൻ വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടു. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, മന്ത്രിസഭ എപ്പോൾ രൂപീകരിക്കും, ആരായിരിക്കും മുഖ്യമന്ത്രി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോടുണ്ടായിരുന്നു. അദ്ദേഹം അതിനെല്ലാം കൃത്യം മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ മാധ്യമപ്രവർത്തകന്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അതിലൊരു ഭീഷണിയുണ്ട്. ആ ഭീഷണിയെ എങ്ങനെ ഇടതുപക്ഷം CPIM നേരിടും എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത 5 വർഷത്തെ ഭരണം. ആദ്യം നമുക്ക് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നുപോകായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രയ്ക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അത് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതൊന്നും മറക്കില്ല, ഞങ്ങളൊന്നും മറക്കില്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു സംശയം വേണ്ട, അടുത്ത 5 വർഷം സമരങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും കാലമായിരിക്കും. പ്രതികാര ബുദ്ധിയോടുകൂടി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ്, മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെയായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതുപോലെ, അദ്ദേഹം പറഞ്ഞതുപോലെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കേരളം സംഘർഷഭരിതമാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. CPIMനെതിരെ ഭരണകൂടം എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയാൽ അതിനെതിരെയുള്ള പ്രതിഷേധം അത് CPIMനെ ചലിപ്പിക്കും എന്ന് മാത്രമല്ല, CPIMനെ ശക്തമായ തിരിച്ചുവരവിനും വലിയ സമരമുഖങ്ങൾ കേരളത്തിൽ തുറക്കാനിടയാക്കും. അതാണ് CPIMന്റെ ചരിത്രം. അതുതന്നെയാണ് DYFIയുടെയും പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ചരിത്രം. അതിലേക്ക് തന്നെയാണോ വി.ഡി. സതീശൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നത്. അങ്ങനെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും അത് സംഘർഷത്തിലെ ചെന്ന് അവസാനിക്കുകയുള്ളൂ, സമരങ്ങളിലെ ചെന്ന് അവസാനിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. CPIM കേന്ദ്രങ്ങൾ അത് ഇപ്പോൾ നന്നായി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതാണ് UDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത്. അതിനെ എതിരിടുക, ചെറുക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക തുടങ്ങിയ ആഹ്വാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും UDFന്റെ രീതി സംഘർഷമാണ് എങ്കിൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുതന്നെ ആയിരിക്കണം വി.ഡി. സതീശൻ്റെ നിലപാടും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉറച്ച വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചത്.